നമസ്കാരം. മൈ വേൾഡ് ട്രാവൽ വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ അടൽ സേതു മുംബൈ നവി മുംബൈ പാലത്തെ പറ്റിയാണ്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ, ഇതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവകകളെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും മൈ വേൾഡ് ട്രാവൽ വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. 1962 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ബിൽബർ സ്മിത്ത് അസോസിയേറ്റാണ് ആദ്യമായി ഈ കടൽ പാലത്തെ പറ്റിയുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചത്. കൊറോണയുടെ കാലത്ത് ഏകദേശം 20 മാസത്തോളം പണികൾ മാറ്റിവെച്ചെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ 18,000-ത്തിലധികം കോടി രൂപ മുടക്കി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ചുകൊണ്ട് 2023 അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു. 21 കിലോമീറ്റർ ദൂരദൈർഘ്യമുള്ളത് 16.5 കിലോമീറ്റർ സമുദ്രത്തിലും 5.5 കരയായ ചതുപ്പ് നിലത്തിലൂടെയാണ് ഈ പാലം പണി നടന്നിരിക്കുന്നത്. ഈ പാലം നിർമ്മാണത്തിനായിട്ട് ഏകദേശം 1,80,000-ത്തിലധികം മെട്രിക് ടൺ സ്റ്റീലും 5 ലക്ഷത്തിലധികം വരുന്ന മെട്രിക് ടൺ സിമെൻറ്റുമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത 10 രാജ്യങ്ങളിൽ പെട്ട എക്സ്പെർട്ടേഴ്സും 15,000-ത്തിലധികം വരുന്ന എഞ്ചിനീയർമാരും 70,000-ത്തിലധികം വരുന്ന ലേബേഴ്സും ചേർന്നാണ് 1,000-ത്തിലധികം വരുന്ന പില്ലറുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പാലത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 25 മീറ്റർ ഉയരവും സമുദ്രനിരപ്പിൽ നിന്ന് താഴേക്ക് 47 മീറ്റർ താത്തുമാണ് ഓരോ പില്ലറും നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. 70,000-ത്തിലധികം വാഹനങ്ങൾക്ക് ഒരു ദിവസം യാത്ര ചെയ്യുവാൻ കഴിയാവുന്ന അടൽ സേതു സീ ബ്രിഡ്ജ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.